മണ്ണാർക്കാട് നടന്നുവരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എ-സോൺ കലോത്സവത്തിൽ വഴിനീളെ അടി. 3 തവണ പോലീസ് ലാത്തി വീശി. നിരവധി എസ്എഫ്ഐ പ്രവർത്തകർക്കും മണ്ണാർക്കാട് എസ്ഐക്കും പരിക്ക്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തു. മണ്ണാർക്കാട് നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എ-സോൺ കലോത്സവത്തിലാണ് പോലീസും എസ്എഫ്ഐ പ്രവർത്തകരും ഏറ്റുമുട്ടിയത്. 3 തവണ പോലീസ് ലാത്തി വീശി. ലാത്തി പ്രയോഗത്തിൽ എസ്എഫ്ഐ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിക്ക് ഉൾപ്പെടെ 4 പേർക്ക് പരിക്കുപറ്റി. മണ്ണാർക്കാട് എസ്ഐ അജസുദ്ദീനും നെഞ്ചിന് പരിക്കുപറ്റി. ഇവരെ വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാടൻപാട്ട് വിധി നിർണയത്തിൽ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി സംഘാടകർക്കരികിലെത്തി. പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കോളേജിന്റെ അവസ്ഥ ഞങ്ങൾക്ക് ചോദിക്കണം. 3 സ്ഥാനക്കാർ 4 പേരൊക്കെ ഒരു സ്കൂൾ കലോത്സവത്തിൽ അങ്ങനത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് ഇവിടെ. തുടർന്ന് വിദ്യാർത്ഥികൾ ഉന്നയിച്ച പരാതി പരിഹരിക്കുമെന്ന് പോലീസിന്റെ മധ്യസ്ഥതയിൽ വിദ്യാർത്ഥികൾക്ക് സംഘാടകർ വാക്കാൽ ഉറപ്പു നൽകി. എന്നാൽ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ മറ്റു വിദ്യാർത്ഥികൾ മാപ്പിളപ്പാട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ കയറി പ്രതിഷേധിച്ചു. ഇവർക്ക് പിന്തുണയുമായി എസ്എഫ്ഐ രംഗത്ത് വന്നതോടെ പ്രശ്നം വഷളായി. ഇതേ തുടർന്നാണ് പോലീസ് ലാത്തി വീശിയത്. തുടർന്ന് എസ്എഫ്ഐ നേതാക്കളായ PM ആർഷോ, വിപിൻ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ എന്നിവർ സ്ഥലത്തെത്തി. തുടർന്നും പോലീസുമായി വാക്കുതർക്കമുണ്ടായി. പ്രശ്നം പരിഹരിക്കാനായി സംഘാടകരായ UDSF നേതാക്കളും പോലീസും നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും ശ്രമം വിഫലമായി. അങ്ങനെയല്ല, രാവിലെ മുതൽ ഞങ്ങൾക്ക് ഉണ്ടല്ലോ, ഞങ്ങൾ നന്നായി പരിപാടി നടത്തണം ഞങ്ങൾക്ക് ആഗ്രഹം. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. നന്നായി നിങ്ങൾ നടത്തണം തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. പക്ഷെ ഒരു കാര്യമില്ലാതെയാണ് ഞങ്ങളുടെ കുറെ ആളുകളെ നിങ്ങൾക്ക് ഞാൻ ഫോട്ടോ കാണിച്ചതാണ്. ഒരാവശ്യമില്ലാണ്ടാണ് SI ഇമ്മാരി അട്ടിയടിച്ചത്. തുടർന്ന് SFI ജില്ലാ നേതാക്കൾ വേദി 3 ഉപരോധിച്ചു. SFI പ്രവർത്തകരെ മർദ്ദിച്ച മണ്ണാർക്കാട് SI സ്ഥലത്തെത്തണമെന്ന ആവശ്യം ഉയർത്തിപ്പിടിച്ചാണ് വേദി ഉപരോധിച്ചത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങാം, അല്ലെങ്കിൽ പോലീസുകാർ ഞങ്ങളെ കൂടെ തല്ലിയിട്ട് കൊണ്ടുപോകും. തുടർന്ന് വേദിക്ക് അരികിൽ നിന്നും പോലീസ് മാറി. ഇതോടെ പോലീസും SFI നേതാക്കളും വാക്കുതർക്കമുണ്ടായി. എന്നാൽ വേദി ഉപരോധിച്ച SFI പ്രവർത്തകർക്കെതിരെ UDSF പ്രവർത്തകർ തിരിഞ്ഞു. എന്നാൽ വേദി ഉപരോധിച്ച SFI പ്രവർത്തകർക്കെതിരെ UDSF പ്രവർത്തകർ തിരിഞ്ഞു. ഇതോടെ പോലീസ് വേദിക്കരികിൽ നിൽക്കരുത് എന്ന ഉപാധിയിൽ SFI പ്രവർത്തകർ വേദിക്കരികിൽ നിന്നും മാറുകയായിരുന്നു. അതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ.
സാധനം ഭംഗിയായിട്ട് നടക്കണം എന്നുള്ളതാണ് നമ്മൾ നിങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു വിഷയമില്ല. നമ്മൾ നിങ്ങൾ തമ്മിൽ വിഷയം ഉണ്ടാകാനും നമ്മൾ താല്പര്യപ്പെടുന്നില്ല. ഈ ഇവറ്റങ്ങൾ അതിന്റെ ഉള്ളിൽ ഒരു മാപ്പിളപ്പാട്ട് മത്സരം ആരംഭിക്കുകയാണ്. നമ്മൾ സംസാരിച്ചു ആർഷോ പിള്ളേരും സഹകരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് ഇവിടെ ഒരൊറ്റ വ്യക്തി ഇവിടെ ഉണ്ടായിരുന്ന ഒരു SI അദ്ദേഹത്തിന്റെ മാത്രം തെറ്റായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിൽ വലിയ ആലങ്കോലായി മാറുകയും ഒരുപാട് നേരത്തേക്ക് മറ്റു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയാത്ത ഒരു നില ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു കലോത്സവം സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ കലോത്സവത്തിന്റെ സംഘാടകർ ആരാണെന്നുണ്ടെങ്കിലും അവരോട് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കാരണം ഇത് വിവിധ ക്യാമ്പസുകൾ, ഇപ്പോൾ ഞങ്ങളുടെ യൂണിയനുള്ള ക്യാമ്പസുകളിലെ കുട്ടികൾക്കും ഇതിനകത്ത് പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് ഉൾപ്പെടെ ഏറ്റവും മികച്ച നിലയിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം. മുഴുവൻ കുട്ടികളെയും അഭയകാവശം കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നതിന് വേണ്ടി ഇതിൻ്റെയൊക്കെ എല്ലാ സംഘാടകരുമായും ഏറ്റവും നല്ല നിലയ്ക്ക് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യവും. എന്നാൽ ചിലയിടത്ത് അങ്ങനെ അല്ലാത്ത നിലയിലുള്ള ഇടപെടലുകൾ സംഘാടകരുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതേ ഉള്ളൂ. CCN മണ്ണാർക്കാട്.